ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ ഗീ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ എടുത്ത ഹോം മെയ്ഡ് ഗീ ആണ്. എൻ്റെ അമ്മച്ചിയുടെ സ്പെഷ്യൽ നെയ്യാണ്. അപ്പം നമ്മൾ ഈ ഒരു നെയ്യ് വെച്ചിട്ടാണ് ഇന്നത്തെ ഇഫ്താറിൻ്റെ സ്നാക്ക് പ്രിപ്പറേഷൻ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. നമുക്കൊരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തട്ടിക്കൂട്ടി റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഓപ്ഷനാണ്. എത്രത്തോളം സ്വീറ്റ് ചേർക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഓപ്ഷനാണ്. അപ്പം ഞാൻ എന്താണേലും ആദ്യം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ ഗീ ചേർക്കുക. ആദ്യം ഗീ ചേർത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കൂടുതൽ പ്ലെയിൻ കാഷ്യൂനട്ട് ചെറിയ പീസസായിട്ട് പൊടിച്ചത് ഇട്ടു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ പിസ്ത അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടു. അപ്പം നമ്മുടെ കയ്യിൽ ഡ്രൈ നട്ട്സ്, ഇപ്പം ബദാം ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തൊക്കെയാണെങ്കിലും വാൾനട്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡ്രൈ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഇതിലേക്ക് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർക്കാം, ഡേറ്റ്സ് ചേർക്കാം. അങ്ങനെ ഓരോരോ. ഞാൻ ഇന്ന് റെഡിയാക്കുന്ന സ്നാക്കിൻ്റെ പേരെന്ന് പറയുന്നത് സ്വീറ്റ് സമൂസയാണ്. നമ്മൾ നോർമലി സ്വീറ്റ്സ് കൂടുതലായിട്ടും ഈ ചിക്കൻ വെച്ചും വെജ് വെച്ചും അതുപോലെ തന്നെ പൊട്ടറ്റോ വെച്ചിട്ടൊക്കെയാണ് കൂടുതൽ സമൂസ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് വളരെ ടേസ്റ്റാണെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഒന്ന് റെഡിയാക്കി നോക്കാം എന്ന് വിചാരിച്ചു. റെഡിയാക്കി. ഇന്നലത്തെ എൻ്റെ ഇഫ്താറിൻ്റെ സ്നാക്ക് ഈ ഒരു സ്വീറ്റ് സമൂസയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് ഇതിലേക്ക് നട്ട്സായിട്ട് ചേർക്കുന്നത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ പിസ്തയുമാണ്. എൻ്റെ കയ്യിൽ ആൽമണ്ട്സും കാര്യങ്ങളൊന്നും ഇരിപ്പില്ലായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ചേർത്തത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് എനിക്ക് വളരെ കുറച്ച് പഞ്ചസാര മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്തത്. അപ്പോൾ എത്രത്തോളം മധുരം, ഇപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തോളുക. എത്രത്തോളം മധുരം വേണോ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻസ് അനുസരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ആ ഒരു കോക്കനട്ട് ഉണ്ടല്ലോ, നമ്മൾ തേങ്ങ ചേർക്കും. നമ്മൾ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ടു, അതിനുശേഷം പിസ്ത ഇട്ടു, അതിനുശേഷം ഒരു പിടി തേങ്ങ ഇട്ടു, പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ടു, പിന്നെ വളരെ കുറച്ച് ഏലക്ക, വളരെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ഏലക്ക ഇട്ടു. അപ്പോൾ നമ്മുടെ സ്വീറ്റ് സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ്, 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിരിക്കും. ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ്. ഇഫ്താറിനൊക്കെ വളരെ അടിപൊളിയായിട്ട് നമ്മളിപ്പം ഇഫ്താറിന് സ്പൈസി ആയിട്ട് പല പല ഐറ്റംസ് സ്പീഡിൽ റെഡിയാക്കുന്നുണ്ട്. എന്നാൽ സ്വീറ്റായിട്ട് എന്തെങ്കിലും വേണം എന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന, അത് ഡേറ്റ്സ് ആൻഡ് നട്ട്സൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ അത്രയും ഈസി ആയിട്ട്, ഒരു പഴം പൊരിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കാണ്. ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ഡ്രൈ നട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് സമൂസ. പിന്നെ ഇത് കണ്ട ഞാനൊന്ന് എല്ലാം ഫില്ലിങ് റെഡിയാക്കി വന്നപ്പോഴത്തേനും നല്ല രസമുണ്ട് ആ തേങ്ങ കളറ് കാണാനായിട്ട്. കാരണം ആ പിസ്താടയും അതുപോലെ തന്നെ ഗീയുടെയൊക്കെ ഒരു കളറൊക്കെ ചേർന്നിട്ട് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡായി നമ്മുടെ തേങ്ങയ്ക്കും. അപ്പം വളരെ ആ ഒരു പിസ്ത ചേർത്തപ്പോൾ തന്നെ നമ്മുടെ തേങ്ങയ്ക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായി. പിന്നെ ആ ഗീ ചേർത്തപ്പോഴും അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ സ്വീറ്റ് സമൂസയ്ക്ക് വേണ്ടി എടുക്കുന്നത് എന്നത്തെ പോലെ തന്നെ സ്വിസ്സിൻ്റെ സമൂസ ലീഫാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇഫ്താറൊക്കെ റമളാൻ മാസമൊക്കെ ആകുമ്പോഴത്തേനും സമൂസ ലീഫൊക്കെ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കാണല്ലോ. അപ്പോൾ ഞാൻ
ഫില്ല് ചെയ്തു, നല്ല രീതിയിൽ ഫില്ല് ചെയ്തു. അതിനുശേഷം മൈദയുടെ ആ ഒരു ബാറ്റർ വെച്ചിട്ട് അരികൊക്കെ ഒട്ടിച്ചു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുകയാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നത്, ഞാൻ ഈ ഒരു ഐറ്റമൊക്കെ ഫോൾഡ് ചെയ്തത് രാവിലെയായിരുന്നു. അപ്പം നമുക്ക് ഇഫ്താറിൻ്റെ ടൈമോട് കൂടിയിട്ട് ഇത് പുറത്തെടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അത്രയും നേരം അത് ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ അതാ എനിക്ക് ഏകദേശം ഒരു 2, 4, 6, ഒരു 7 സ്വീറ്റ് സമൂസ ആണ് ഇന്ന് കിട്ടിയത്. ആ ഒരു ഞാൻ വളരെ കുറച്ച് തേങ്ങ വെച്ചിട്ടാണ് ഇന്ന് സ്വീറ്റ് സമൂസ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഞാൻ തേങ്ങ എടുത്തത്. പക്ഷേ ഭയങ്കര ഈ ഒരു ദിവസം തന്നെ ഞാൻ ചിക്കൻ സമൂസ റെഡിയാക്കിയായിരുന്നു. എനിക്ക് അതിലും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്വീറ്റ് സമൂസയാണ്. ഇതിൽ കൂടുതൽ ഞാൻ കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പിസ്തായും ഒക്കെ പൊട്ടിച്ചിട്ടായിരുന്നു. അപ്പം അത് നമ്മുടെ ആ കൊക്കനട്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് അത് കടിക്കുമ്പോൾ ആ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ആ കാഷ്യൂനട്ടും പിസ്തായും കടിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റും, പിന്നെ വളരെ ടേസ്റ്റി, വളരെ ക്രിസ്പി ആയിട്ട് വളരെ ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു സമൂസ ലീഫ്. അപ്പോൾ അത് ആ പുറം ഭാഗം വളരെ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വളരെ സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് കുറച്ച് ജ്യൂസി ആയിട്ട് വളരെ സോഫ്റ്റ് കൊക്കനട്ടൊക്കെ. അപ്പം അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് മധുരം ഒരുപാട് ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു പേരിന് പഞ്ചസാര ചേർത്താൽ മതി. ഞാൻ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തത്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള സ്വീറ്റ് എന്ന് പറയുന്നത് ഓക്കെയാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കയൊക്കെ ഇട്ട് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസാണ്. ഏലക്ക ഒരു 1-2 ഏലക്ക വല്ലതും പൊട്ടിച്ച് ഇട്ട് കൊടുത്താൽ മതി. എത്രത്തോളം ഡ്രൈ നട്ട്സ് കൂടുന്നോ അത്രത്തോളം ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്വീറ്റ് സമൂസയ്ക്ക്. അപ്പോൾ അതാ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താറിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയ എൻ്റെ ഒരു സ്നാക്കായിരുന്നു. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, വളരെ ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഫില്ലിങ്. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് ഇഫ്താറിൻ്റെ ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് തണുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം സ്വിസ്സിൻ്റെ സമൂസ ലീഫ് ആയതുകൊണ്ട് തന്നെ കുറേ നേരത്തേന് ആ ഒരു ക്രിസ്പിനെസ് തണുത്ത് പോകാതെ ആ ഒരു ക്രിസ്പ് ആ ഒരു ഇതിൽ ടെക്സ്ചറിൽ തന്നെ നിന്നോളും. അപ്പോൾ ഈ ഒരു സ്വീറ്റ് സമൂസ വളരെ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് പരീക്ഷിക്കുക, വളരെ ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ എൻ്റെ സ്വീറ്റ് സമൂസയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എത്ര ഡീറ്റെയിൽ ആണെങ്കിലും ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.